ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇതാ കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറേ ആയി വീഡിയോ എടുത്ത പോലെ തോന്നുന്നു. കാരണം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വോയിസ് ഓവർ ഇപ്പോൾ കൊടുത്തപ്പോൾ ഒരുപാട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം എടുത്ത പോലെ ഒരു ഫീലിംഗാണ് തോന്നുന്നത്. പിന്നെ നാട്ടിലത്തെ തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ നമ്മൾ കുറച്ച് ബിസിയായ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ മറക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളൊരു പ്രീ പ്ലാൻഡ് ഇല്ലാതെ ഫാമിലി എല്ലാവരും കൂടി പോവുകയാണ്. പെട്ടെന്ന് ചിടപെടാൻ എടുത്തൊരു ഡിസിഷനായിരുന്നു ഇത്. എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് മാൾ തൃശ്ശൂർ. ആക്ച്വലി ഇത് തൃശ്ശൂർ എന്ന് പറയാൻ പറ്റില്ല, അവിടുന്ന് കുറച്ചും കൂടെ പോകാനുണ്ട്. ഞങ്ങൾക്ക് പണി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ന്യൂ ഇയറിൻ്റെ തലേന്നാണ്. റോഡിൽ മൊത്തം ട്രാഫിക്കായിരുന്നു. നമ്മൾ ഒരുപാട് നേരം വണ്ടിയിലിരുന്ന് ഫീലായിരുന്നു. ഇരുന്നിരുന്നിട്ട് ലാസ്റ്റ് എത്താതെ നമുക്ക് ശരിക്കും എത്തിക്കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥ. കുറേ നേരം വണ്ടിയിലിരുന്നുണ്ടാവുമല്ലോ, പക്ഷെ തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് എത്തി. അപ്പോൾ അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞെങ്കിൽ ഇത് തന്നെയാണ്, എന്താ പറയുക, ട്രാഫിക്കായിരുന്നു. ഇതിപ്പോൾ അമ്മയുടെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഡേയ്സിലായിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി, ഫുൾ ഡെക്കോർ ചെയ്തിട്ടും പിന്നെ ന്യൂ ഇയറിൻ്റെ ഡെക്കോറും അപ്പോൾ എല്ലാം കൂടി. പിന്നെ ഈ കാണുന്നത് ശോഭയാണ് കേട്ടോ. നമ്മൾ ഒരു ടൈമിൽ എപ്പോഴും ശോഭയിൽ പോയിട്ടാണ്. അപ്പോൾ ആ ശോഭയും പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് അടുത്ത് തന്നെ നെസ്റ്റോവും വരുന്നത്. അപ്പോൾ അതും കൂടെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ്. ഇത് വരുന്നത് നമ്മുടെ മുന്നത്തെ ബിഗ് ബസാറാണ്. അത് സ്മാർട്ട് ബസാറായിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്, നമ്മൾ പണ്ട് പോയ സ്ഥലമൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. ലാസ്റ്റ് നമ്മൾ ഫൈനലി ഇതാ ഹൈലൈറ്റ് മാൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ കറങ്ങിയിട്ടാണ് പാർക്കിംഗ് കിട്ടാതെ ലാസ്റ്റ് നമുക്കൊരു പാർക്കിംഗ് കിട്ടി. ഇതിങ്ങനെ സ്റ്റെയർ കയറി പോകുമ്പോൾ അത് ഫുൾ വണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിലോട്ട് കയറി. ഇവിടെ നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. കാരണം ന്യൂലി ഓപ്പൺ ആണല്ലോ ഈ മോൾ. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല. ഇത് ഫുഡ് കോർട്ടിൽ കുറച്ച് ഷോപ്സ് ഓപ്പൺ ആയിട്ടുള്ളൂ. പിന്നെ ലുലു ഓപ്പൺ ആണ്, അത് കാണാം, നോർമൽ ലുലു കാണുന്ന പോലെ ഉണ്ട്. പിന്നെ നൈക്ക അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഓപ്പൺ ആണ്, അങ്ങനത്തെ ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് ഷോപ്പ് ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ നൈക്കയിൽ ഞാൻ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ പിന്നെ പേടി, കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അത് ടച്ച് ചെയ്ത താഴെ വീഴുമെന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ലുലുവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. നമ്മൾ ആദ്യം വിചാരിച്ച് ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്നാണ്. പിന്നെ പ്ലാൻ മാറി, നമ്മൾ പുറത്തുനിന്ന് സെയിം ഫുഡ് തന്നെ, നമ്മൾ വിചാരിക്കുന്ന ഫുഡ് തന്നെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് ഷോപ്സ് ഓപ്പൺ ആവാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനെ മെല്ലെ മെല്ലെ ഓപ്പൺ ചെയ്യാൻ ആയിരിക്കും. പിന്നെ ഇവിടെ എസ്കലേറ്ററൊക്കെ ഒരുപാട്, നമ്മളിങ്ങനെ എസ്കലേറ്റർ കയറുമ്പോൾ അവിടെ ചില ഫ്ലോറിൽ 1-2 ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടാവും. അതുപോലെ താഴോട്ട് ഇറങ്ങും. അങ്ങനെ ഇതാണ് നൈക്കയുടെ ഷോപ്പ്. അങ്ങനെ പിന്നെ അതിൽ കയറി പിന്നെ ഇതാ എല്ലായിടത്തും ഒന്ന് കറങ്ങി കണ്ടു. പിന്നെ നമുക്ക് മൂടില്ല, ശരിക്കും കാണാൻ മാത്രം ഒന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ പിന്നെ നമ്മളിതാ തിരിച്ച് വരുന്ന വഴിക്ക് ഇതാണ് കേട്ടോ ഹൈലൈറ്റ് മാളിൻ്റെ ഒരു സൈഡ്, ഇതാണ് മെയിനായിട്ടുള്ള. പക്ഷേ എനിക്ക് അല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് എടുത്തു മാത്രം. അങ്ങനെ പിന്നെ കുന്നംകുളം എത്തിയപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു മോളിൽ തന്നെ ചിക്കൻ ഫുഡൊക്കെ കഴിച്ചു അവിടുന്ന്. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ വീട്ടിലോട്ട് തിരിച്ചു. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അവിടുന്ന് പിറ്റേ നമ്മുടെ ഫാമിലി ആയിട്ട് തന്നെ എന്താ പറയുക, കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പുണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റി. ജസ്റ്റ് രാത്രിയിൽ കേട്ടോ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ പറയണ്ട, ഭയങ്കര തിരക്കായിരുന്നു. ഒരു നമ്പർ നമ്മൾ പേര് വിളിക്കും, അപ്പോൾ നമ്മൾ ചെല്ലാൻ പറ്റുള്ളൂ. നമ്മളെ പേര് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് മെയിനായിട്ട് ഷവായിയാണ്. പിന്നെ അവരുടെ ഒരു വെള്ളം ഇത് കണ്ടില്ലേ, മിൻറ്റും ലെമണൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മസാല ഭയങ്കര ടേസ്റ്റാണ്. ചിക്കനൊക്കെ കുറച്ച് സോഫ്റ്റ് ഉണ്ട്. അങ്ങനെ ഈ സോസ് ഭയങ്കര ടേസ്റ്റ്, ബീട്രൂട്ട് ഗാർലിക്കും പിന്നെ ഒരു ഗ്രീൻ ചട്നിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ടേസ്റ്റ് ഉണ്ട് സംഭവം, ഓക്കെ, കുഴപ്പമില്ല. വലിയ സംഭവമായിട്ട് തോന്നില്ല, കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ എൻ്റെ ബ്രദർ കൊണ്ടുപോയതാണ് അങ്ങോട്ട് ഫസ്റ്റ് ടൈം. നമുക്ക് അവിടെ പോയി കഴിച്ചു നോക്കാം, അവരൊക്കെ കഴിച്ചിട്ടുണ്ട്, കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല അങ്ങനെ കേട്ടോ. അങ്ങനെ നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞ്
അവിടെ ഒരുപാട് ടൈം അവിടെ ഇരുന്നിട്ട് നമ്മൾ പേരൊന്ന് കിട്ടിയാലല്ലേ നമുക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ, പേര് വിളിച്ചാൽ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള കായലുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു സംഭവമായിട്ടൊന്നും വന്നിട്ടില്ല. കുറച്ചിൽ എന്തൊക്കെയോ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാനുള്ള ബ്രിഡ്ജ്. അതൊക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ടൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ആ ബ്രിഡ്ജിൽ കൂടെ ഒന്ന് കറങ്ങാം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വെച്ചാൽ അങ്ങനെ നടന്നു. ഇവിടെ ഭയങ്കര എന്താ പറയുക, ആ ടൈമിലും എല്ലാവരും പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ടാവും ടൈം. അപ്പോൾ പകൽ ഭയങ്കര രസമാണെന്ന് പറഞ്ഞത്. രാത്രിയിലും എല്ലാവരും കളിക്കുന്നുണ്ട് കുട്ടികളൊക്കെ. പിന്നെ എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ വന്നിരിക്കും പോലെ വന്നിരിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് കണ്ട് ബ്രിഡ്ജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയി ഒരു 10 മിനിറ്റൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.